കാത്തുകാത്തിരുന്ന വേനൽ മഴ എത്തിയതോടെ കാർഷിക മേഖലയ്ക്ക് ആശ്വാസം. അധ്വാനം കൊണ്ടുണരുന്ന പാലക്കാടൻ പച്ചക്കറി ഗ്രാമങ്ങളിൽ പാവലും പടവലും പയറും വെണ്ടയുമൊക്കെ വിളയിക്കുന്ന തിരക്കിലാണ് നൂറുകണക്കിന് വരുന്ന കർഷകർ. പാലക്കാട്ടെ പരമ്പരാഗത പച്ചക്കറി ഉൽപാദന മേഖലകളിൽ ഉൾപ്പെടെ കൃഷിയിറക്കൽ സജീവമായി കഴിഞ്ഞു. നാടിനാകെ നല്ല നാടൻ പച്ചക്കറികൾ നൽകുന്ന ജില്ലയാണ് പാലക്കാട്. മഴനിഴൽ പ്രദേശങ്ങളായ ജില്ലയുടെ കിഴക്കൻ അതിർത്തി ഗ്രാമങ്ങൾ മുതൽ തുടങ്ങുകയാണ് പച്ചക്കറി കൃഷിയുടെ പെരുമ. ഓണക്കാലമാണ് പച്ചക്കറി കർഷകർക്ക് കൈനിറയെ വരുമാനം ലഭിക്കുന്ന പ്രധാന വിപണി. വെള്ളത്തിന്റെ ലഭ്യതയുള്ള പ്രദേശങ്ങളിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിത്തിറക്കിയ കർഷകരുടെ പ്രതീക്ഷ മുഴുവൻ ഓണവിപണിയിലാണ്. മഴയെ മാത്രം ആശ്രയിക്കുന്ന കർഷകർക്ക് പക്ഷേ വേനൽ മഴ എത്തിയ ശേഷമാണ് കൃഷി ആരംഭിക്കാനായത്. VFPCKയുടെ പച്ചക്കറി സ്വാശ്രയ കൂട്ടായ്മയിലെ കർഷകരാണ് കൂടുതലായും പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നത്. സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനു പുറമെ പാട്ടത്തിനെടുത്ത ഭൂമിയും കർഷകർ പച്ചക്കറി കൃഷിക്കായി ഉപയോഗിക്കുന്നു. വളം ചേർത്ത് മണ്ണൊരുക്കി പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് മൂടി ശേഷം പന്തലിട്ട് നെടികുത്തി മുകളിലേക്ക് പടർത്തുന്നതാണ് രീതി. പരമ്പരാഗതമായുള്ള ഈ രീതികൾക്കൊപ്പം ആധുനിക സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നവരുമുണ്ട്. മണ്ണറിഞ്ഞു പണിയെടുത്താൽ കർഷകർക്കും കോടിക്കിലുക്കം സ്വന്തമാകുമെന്ന് തെളിയിച്ച സംസ്ഥാനത്തെ ഹൈടെക് പച്ചക്കറി ഗ്രാമമായ എലവഞ്ചേരിയിലെ കർഷകർ ഇത്തരത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിംഗ്, സ്ഥിരം പന്തൽ എന്നിവയെല്ലാം കൃഷിക്കായി അവലംബിക്കുന്നുണ്ട്. പാവൽ, പടവലം, പയർ, കുമ്പളം, മത്തൻ, വെണ്ട തുടങ്ങിയവയാണ് പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. എലവഞ്ചേരിയിലെ കൃഷിയിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും എത്തുന്നുണ്ട്. നെന്മാറ പഞ്ചായത്തിലെ വിത്തനശ്ശേരിയാണ് പച്ചക്കറി കൃഷിയുടെ പ്രധാന വിളനിലം. പാവൽ, പടവലം, പയർ, ചീര, വെണ്ട, വഴുതന, കുമ്പളം, മത്തൻ, പീച്ചൽ, കോവയ്ക്ക, മുളക് എന്നിവയാണ് ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാന ഇനങ്ങൾ. വിത്തനശ്ശേരിയിലെ അരിമുളക് വിപണിയിലേറെ ആവശ്യക്കാരുള്ളതാണ്. വിത്തനശ്ശേരി സ്വാശ്രയ കർഷക സമിതിയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികൾ പ്രാദേശികമായി വിൽപ്പന നടത്തുന്നുണ്ടെങ്കിലും കൂടുതലും ഇതര ജില്ലകളിലെ വിപണികളിലേക്ക് കയറ്റി അയക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന കീടബാധയും സ്ഥിരവില ലഭിക്കാത്തതിന്റെ ദുരിതവും വാണിജ്യ പച്ചക്കറി കൃഷിക്ക് സർക്കാരിന്റെ പരിമിതമായ പിന്തുണയുമൊക്കെ അതിജീവിച്ചാണ് ഈ വർഷവും പ്രതീക്ഷയുടെ വിത്ത് പാകിയിട്ടുള്ളതെന്ന് പച്ചക്കറി കർഷകൻ രാധാകൃഷ്ണൻ പറയുന്നു. നമ്മൾ പച്ചക്കറി മേഖല ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ രാവിലെ പച്ചക്കറി വിത്തുകളെല്ലാം ഇട്ടിട്ടുണ്ട്. മഴ കിട്ടിയവർ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. വെള്ളമുള്ള സൗകര്യമുള്ളവർ വെള്ളം ഉള്ളവർ ട്രിപ്പിൽ മുഖാന്തരം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതപ്പോൾ മഴയൊക്കെ പെയ്യാൻ തുടങ്ങി പുതിയതായി കൃഷികളൊക്കെ തുടങ്ങാനായി. കുറച്ച് ആൾക്കാരുടെയൊക്കെ തുടങ്ങിയിടുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറിക്ക് ഉണ്ടാക്കിയാലും നമുക്ക് സമയത്തിന് വില കിട്ടുന്നില്ല. അതുകൊണ്ട് പച്ചക്കറി മേഖലയിലെ ആൾക്കാരെല്ലാം കമ്മിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഫോൺ വഴികൾ എന്തെങ്കിലും ചെയ്തു തന്നാൽ മാത്രമേ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ സ്വന്തമായ അതും അതേമാതിരി പാട്ടത്തിനെടുത്തവരാണ് കൂടുതൽ ചെയ്യുന്നത്. പാട്ടത്തിനും അതേമാതിരി നമ്മൾ ചെയ്യുന്ന വളത്തിനും എല്ലാത്തിനും വില കൂടുതലാണ്. പച്ചക്കറിക്ക് മാത്രം വിലയില്ല. ഇതെല്ലാം ഇടനിലക്കാരും അതേമാതിരി ഈ ഓരോ സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം ഭയങ്കര പൈസ റേറ്റുകൾ വരുന്നുണ്ട്. മരുന്നിനായാലും വളത്തിനായാലും അതേമാതിരി പണിക്കാശായാലും എല്ലാത്തിനും കാശ് കൂടുതലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറിക്ക് മാത്രം അന്നും 10 രൂപ തന്നെയാണ്, ഇന്നും 20 രൂപ 30 രൂപയൊക്കെയാണ് കിട്ടുന്നത്. ഇടനിലക്കാരുടെ കൊള്ളയൊഴിവാക്കാൻ സർക്കാർ ന്യായവില നിശ്ചയിച്ച കർഷകനൊപ്പം നിന്നാൽ കടക്കിണിയിലാകാതെ കർഷകർ മണ്ണിലിറങ്ങും. ഉൽപാദനച്ചെലവിലെ വർധനയും വരുമാനത്തിലെ കുറവും കാരണം കർഷക കുടുംബങ്ങളിലെ പുതുതലമുറ കൃഷിയിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. ജില്ലയിലെ പച്ചക്കറി ഗ്രാമങ്ങൾ കേരളത്തിലെ ഏതൊരു ഗ്രാമത്തിനും മാതൃകയാണെങ്കിലും ശരിയായ സർക്കാർ പിന്തുണയോടെ മാത്രമേ വിളവ് വർദ്ധിപ്പിക്കാൻ കഴിയൂവെന്നാണ് കർഷകൻ രാമദാസിന്റെ അഭിപ്രായം. 400 രൂപയ്ക്കൊക്കെ ഇപ്പോൾ പഴയ ലെവലിൽ ഫാക്ടം ബുസ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ വന്നിട്ട് 1400 ചില്ലാനും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വ്യത്യാസം തന്നെ വന്നു. അതേ സ്ഥാനത്ത് പച്ചക്കറിക്ക് അന്നും ഇന്നും ഒരേ വില തന്നെയാണ് കർഷകന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇടനിലക്കാരനൊക്കെ വില കിട്ടുന്നുണ്ടായിരിക്കാം. അതേമാതിരി വാങ്ങുന്ന ആൾക്കും നല്ല വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റേ കർഷകന് പറയുന്ന കയ്യിൽ കിട്ടുന്നത് പഴയ വില തന്നെയാണ്. അന്ന് ഒരു 10 വർഷം മുമ്പും കപ്പയ്ക്ക് 25-30 രൂപയാണെങ്കിലും ഇപ്പോഴും അതേ ലെവലിൽ തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പച്ചക്കറികൾക്ക് പുതിയ വ്യത്യാസങ്ങളൊന്നും കർഷകർക്ക് കൈപ്പറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇവിടുന്ന് കൂടുതലും കൃഷി വരുന്നത് പച്ചക്കറി വരുന്നത് പാവല്, പടവലം, പീച്ചിങ്ങ, കുറച്ച് അത്യാവശ്യം വെള്ളമുളക് കൃഷി ചെയ്യുന്നുണ്ട് കുറച്ച് പേരൊക്കെ. കൂടുതൽ പേര് വെള്ളമുളകിലേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. എന്നാലും പാവലും പയറും പീച്ചിൽ അങ്ങനെ പടവലൊക്കെയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. കുമ്പളം, മത്തൻ എന്നിവ സൈഡ് വഴിയൊക്കെ കൃഷി ചെയ്യാറുണ്ട്. ഈ മേഖലയിൽ തൊഴിലാളി ക്ഷാമവും അതിരൂക്ഷമാണ്.
വിത്തിനും വളത്തിനും കീടനാശിനിക്കുമെല്ലാം ആനുകൂല്യങ്ങൾ നൽകി കൈത്താങ്ങാകാൻ സർക്കാരിന് കഴിഞ്ഞാൽ കൃഷിയിടത്തിലേക്ക് കൂടുതൽ പേർ കടന്നുവരുമെന്നതിൽ സംശയമില്ലെന്ന് കർഷക രാജി പറയുന്നു. മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യജീവി ശല്യങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. സ്പെഷ്യലായി പറയുകയാണെങ്കിൽ പന്നി, മയിൽ, മാന്, എല്ലാ ജീവികളുടെയും നായ്ക്കളുടെ ശല്യം ഒക്കെ നമുക്ക് കൃഷിക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് സോളാർ ഫെൻസിങ് അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഒരുപാട് ചിലവ് വരുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൃഷിക്ക് ഇറക്കണതിനെക്കാട്ടിലും നമുക്ക് ലാഭമില്ലാത്തൊരു മേഖലയാണ് ഇപ്പോൾ കൃഷി നടന്നുകൊണ്ട് പോകുന്നത്. വരവും ചെലവും കണക്കായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. വളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളത്തിനിപ്പോൾ പഴയ ഒരു 10 വർഷം മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളം നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് അനുസരിച്ച് കൊടുക്കണ പോലെ ഒരു മെച്ചം നമുക്ക് കൃഷിയിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മൾ കൂടുതലായിട്ടും ജൈവ പച്ചക്കറി കൃഷികളാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. അതും എൻ്റെ ലഭ്യത കുറവ്. ഇപ്പോൾ ചാണകമാകട്ടെ കോഴിക്കാട്ടമാകട്ടെ അതിൻ്റെയൊക്കെ ലഭ്യത കുറവുണ്ട്. അതൊക്കെ നല്ല വില കൂടി എല്ലാ വർഷവും വില കൂടിക്കൊണ്ട് വരികയാണ്. പിന്നെ നമ്മൾക്കിപ്പോൾ ഇതിലിപ്പോൾ ലേബർ ചാർജ് ഓരോ വർഷവും ലേബർ ചാർജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണിക്കാരെയൊന്നും പഴയ പോലെ ഇപ്പോൾ കിട്ടാനില്ല. ആരും ഈ മേഖലയ്ക്ക് ഇറങ്ങുന്നില്ല. അതെ പഴയ ചെയ്യുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് ചെയ്യുന്നവർ മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പുതിയതായിട്ട് ആരും തുടങ്ങുന്നുമില്ല. ഒട്ടേറെ പേരുടെ തൊഴിൽ ദാതാക്കൾ കൂടിയാണ് തങ്ങളെന്ന യാഥാർത്ഥ്യവും കർഷകർ അധികാരികളെ ഓർമ്മിപ്പിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.